അധ്യായം 4. യുദ്ധത്തിൻ്റെ ആയുധശാല. പാണ്ഡവന്മാർ വളർന്നു വരുന്തോറും അവരുടെ ഗുണത്തികവ് കണ്ട് യുധിഷ്ഠിരൻ രാജാവാകണമെന്ന് പൗരന്മാർ ആഗ്രഹിച്ചു. അവരത് നാൽക്കൂട്ട പെരുവഴികളിലും സദസ്സുകളിലും വെച്ച് തുറന്നു പറയുകയും ചെയ്തു. അതുകേട്ട് ഈർഷ്യ പൊറുക്കാതെ ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഏകാന്തത്തിൽ പറഞ്ഞു: അച്ഛാ, പൗരന്മാർ അമംഗളം പുലമ്പുന്നത് ഞാൻ കേൾക്കുന്നു. അവർ അച്ഛനെയും ഭീഷ്മ പിതാമഹനെയും അനാദരിച്ചു പാണ്ഡവനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭീഷ്മ പിതാമഹനും അതുതന്നെയാണ് അഭിപ്രായം. പൗരന്മാർ ഞങ്ങളെ തുലയ്ക്കുവാൻ നോക്കുകയാണ്. അവിടുത്തെ അനർഹത മൂലം പാണ്ഡുവിന് കിട്ടിയ രാജ്യം ഇനി പാണ്ഡവന് കിട്ടുകയാണെങ്കിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനും അവൻ്റെ പുത്രനുമായി പോകും. ഞങ്ങളും ഞങ്ങളുടെ മക്കളും രാജവംശത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകത്തിൽ അവമാനിക്കപ്പെട്ടു പോകും. ഞങ്ങൾക്ക് അന്യർ നൽകുന്ന ഉരുളയുമുണ്ട് നരകത്തിൽ പോകാനിടയാകാതെ കഴിക്കുമാറാകണം. അച്ഛൻ ആദ്യമേ രാജാവായി വാണിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാർ പാട്ടിലല്ലെങ്കിലും രാജ്യം കിട്ടുമായിരുന്നു. ധൃതരാഷ്ട്രർ തെല്ലിട ആലോചിച്ചിട്ട് പറഞ്ഞു: പാണ്ഡു ധർമ്മിഷ്ഠനും എന്നും എൻ്റെ പ്രിയഹിതങ്ങളിൽ ശ്രദ്ധിക്കുന്നവനുമായിരുന്നു. അയാൾ എന്നും രാജ്യം എൻ്റേതാണെന്ന് പറഞ്ഞിരുന്നു. അയാളുടെ ഈ പുത്രനും അയാളെപ്പോലെ ധർമ്മിഷ്ഠനും ജനസമ്മതനുമാണ്. അയാൾക്ക് അവകാശപ്പെട്ട ഈ രാജ്യത്തിൽ നിന്ന് പിടിച്ചു തള്ളുവാൻ എങ്ങനെ സാധിക്കും? പോരെങ്കിൽ അയാൾക്ക് സഹായത്തിനും ആളുകളുണ്ട്. അമാത്യന്മാരും സൈന്യവും അവരുടെ പുത്രപൗത്രന്മാരുമെല്ലാം പാണ്ഡുവിനാൽ ഭരിക്കപ്പെട്ടവരാണ്. അവർ യുധിഷ്ഠിരനു വേണ്ടി നമ്മുടെ കഥ കഴിക്കാഞ്ഞാൽ മതി. അതു ശരിയാണ്, ദുര്യോധനൻ പറഞ്ഞു. ഞാനത് നേരത്തെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രകൃതികളെ കാണുകയും അവർക്ക് പണവും ബഹുമതിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അവരിൽ പ്രധാനരെല്ലാം തീർച്ചയായും നമുക്ക് തുണ നൽകും. ഭണ്ഡാരവും അമാത്യവർഗവും ഇന്നെൻ്റെ പക്കലാണ്. അച്ഛനിപ്പോൾ പാണ്ഡവരെ മൃദുവായ വല്ല ഉപായവും കൊണ്ട് വാരണാവതത്തിലേക്ക് മാറ്റി പാർപ്പിച്ചാൽ മതി. രാജ്യം എന്നിലുറച്ചാൽ പിന്നെ കുന്തിയും മക്കളും ഇങ്ങോട്ട് വന്നുകൊള്ളട്ടെ. എൻ്റെ ഉള്ളിലും ഇതുതന്നെയാണ് വിചാരം. അതൊരു ചീത്ത വിചാരമായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഭീഷ്മരോ ദ്രോണരോ വിതുരരോ കൃപരോ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഈ കുരുബന്ധുക്കൾക്ക് നമ്മളും അവരും സമന്മാരാണ്. വൈഷമ്യം അവർക്കിഷ്ടമാവില്ല. അവർക്കും മാലോകർക്കും നമ്മൾ വധ്യരാകരുതല്ലോ. ഭീഷ്മർ എന്നും ഉദാസീനനാണ്. അശ്വത്ഥാമാവ് എൻ്റെ കയ്യിലാണ്. മകനെവിടെയോ അവിടെയേ ദ്രോണർ നിൽക്കൂ. കൃപർ ദ്രോണരെയും മരുമകനെയും ഒരിക്കലും വിടില്ല. വിതുരർ അർത്ഥത്താൽ നമ്മോട് കടപ്പെട്ടവനാണ്. ഒളിവിൽ മറ്റേ പങ്കിലും അദ്ദേഹം ഒറ്റയ്ക്ക് പാണ്ഡവർക്ക് വേണ്ടി നമ്മോടെന്ത് കൂട്ടിയാൽ കൂടും. അതുകൊണ്ട് പാണ്ഡവരെ കൂസലില്ലാതെ മാറ്റി പാർപ്പിക്കാം. ഒരു ദോഷവും വരില്ല. എൻ്റെ നെഞ്ചിൽ തറച്ച ഉറക്കം കെടുത്തുന്ന ഈ സൊല്ല തീർത്തു തരൂ അച്ഛാ. ഇതിൻവണ്ണം ധൃതരാഷ്ട്രർ കൽപ്പിച്ചുവിട്ട ചില മിടുക്കന്മാർ വാരണാവതത്തിൻ്റെയും മേന്മയെപ്പറ്റിയും അവിടെ അടുത്തൊരു ഉത്സവം നടക്കാൻ പോകുന്നതിനെപ്പറ്റിയും പുകഴ്ത്തി പറഞ്ഞു നടന്നു. അത് കേട്ട് പാണ്ഡവർക്ക് അങ്ങോട്ടേക്കൊരു ഔത്സുക്യം തോന്നി. ഇതറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ അവരെ വിളിച്ചു പറഞ്ഞു: എന്നോടിതാ ആളുകൾ നിത്യവും എടുത്തെടുത്ത് പറയുന്നു, ലോകത്തിൽ വെച്ച് ഏറ്റവും രമണീയമാണ് വാരണാവതമെന്ന്. ഉണ്ണി, വേണമെങ്കിൽ സ്വന്തം ആളുകളോടുകൂടി അവിടെ ചെന്ന് പാർത്തു സുഖിച്ചുകൊള്ളൂ. വേണ്ടുന്ന ദാനമെല്ലാം ചെയ്തുകൊണ്ട് കുറച്ചുകാലം പാർത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ധൃതരാഷ്ട്രരുടെ ഉദ്ദേശം അറിഞ്ഞുവെങ്കിലും താൻ നിസ്സഹായനാണെന്നോർത്ത് യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. ഭീഷ്മാദികളോടൊക്കെ യാത്ര പറഞ്ഞ് ആശീർവാദം വാങ്ങി സ്വസ്ത്യയനം കഴിച്ച് രാജലാഭത്തിനു വേണ്ടി വാരണാവതത്തിലേക്ക് പോയി. ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞതിലും കവിഞ്ഞൊരു കാഴ്ച കണ്ടിരുന്നു. അയാൾ പുരോചനൻ എന്ന
സജീവനെ വിളിച്ച് വലങ്കൈ പിടിച്ചു പറഞ്ഞു, പുരോചന, ധനസമ്പൂർണമായ എൻ്റെ ഈ ഭൂമി നിൻ്റെയുമാണ്. നീ ഇതിനെ രക്ഷിക്കേണ്ടതാണ്. എനിക്ക് കാര്യാലോചന ചെയ്യാൻ നിന്നേക്കാൾ വിശ്വാസപാത്രമായിട്ട് മറ്റാരുമില്ല. ഇങ്ങനെ തുടങ്ങി വാരണാവതത്തിൽ ചെന്ന് ഗൂഢമായി ക്ഷണസർജര സാദികളായ ആംഗനേയ വസ്തുക്കൾ ചേർത്ത് എണ്ണയും നെയ്യും അരക്കും മണ്ണിൽ കുഴച്ച് ഒരു 4 കെട്ട് പുരയുണ്ടാക്കുവാനും അവിടെ പാണ്ഡവരെ സൽക്കാരപൂർവം താമസിപ്പിച്ച് തക്കം നോക്കി തീ കൊടുപ്പാനും നിർദ്ദേശിച്ചു. ഇങ്ങനെ അവർ സ്വയം ഗൃഹത്തിൽ കിടന്ന് വെന്തുപോയെന്നേ ആളുകളും ബന്ധുക്കളും പറയാവൂ. പറഞ്ഞ വിധമെല്ലാം നടന്നു. വാരണാവതത്തിൽ ചെന്ന് 10 നാൾ കഴിഞ്ഞപ്പോൾ പാണ്ഡവർ പുരോചനനൊരുക്കിയ പാർപ്പിടത്തിൽ പ്രവേശിച്ചു. കൂടിയിരുന്നപ്പോൾ തന്നെ യുധിഷ്ഠിരന് ഗന്ധം കൊണ്ടും പോരുമ്പോൾ വിതുരർ ഗൂഢവാക്യത്തിൽ നൽകിയ ഒരു ആപൽ സൂചന കൊണ്ടും അത് പെട്ടെന്ന് മനസ്സിലാക്കി. വിവരം ഭീമനെ ധരിപ്പിക്കുകയും ചെയ്തു. ഭീമൻ പറഞ്ഞു, ഇത് തീപ്പുരയാണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് ആദ്യം താമസിച്ചിടത്തേക്ക് തന്നെ പോയാൽ പോരെ. യുധിഷ്ഠിരൻ പറഞ്ഞു, നാം ഇവിടെ ശ്രദ്ധയോടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ പാർക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കിടന്നു തീർന്നു എന്ന് വരുത്തി രക്ഷപ്പെടാം. നമ്മുടെ ഉദ്ദേശമറിഞ്ഞു പോയാൽ പുരോചനൻ പെട്ടെന്നു കയറി ചുട്ടുകളഞ്ഞേക്കും. നാം തീവപ്പ് പേടിച്ച് പാഞ്ഞാലോ? രാജ്യലുബ്ധനായ സുയോധനൻ ചാരന്മാരെ കൊണ്ട് നമ്മയെല്ലാം കൊല്ലിച്ചേക്കും. അയാൾക്കിപ്പോൾ അധികാരമുണ്ട്, സഹായമുണ്ട്, ധനമുണ്ട്. നമുക്കതൊന്നുമില്ല. അതുകൊണ്ട് നാം ഈ പാപികളെ വഞ്ചിച്ച് വല്ലയിടത്തുമൊക്കെ ഒളിച്ചു താമസിക്കണം. നമുക്ക് തീ കടക്കാത്ത, ഇരുന്ന് വീർപ്പടക്കാൻ പറ്റിയ ഒരു നിലവറ ഇന്നു തന്നെ തീർപ്പിക്കണം. അപ്പോഴേക്ക് വിതുരരയച്ച ഒരു ഘനകൻ വന്നു. കിടങ്ങു കോരുകയാണെന്ന ഭാവത്തിൽ ഗൂഢമായി ആ ഗൃഹത്തിൻ്റെ നടുക്കുനിന്ന് പുറത്ത് കാട്ടിലേക്ക് ഒരു ഗുഹയുണ്ടാക്കി വെച്ചു. രാത്രി പാണ്ഡവർ ആ ഗുഹയിൽ കഴിക്കും. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പാണ്ഡവർ തന്നെ തങ്ങൾ തീവെന്തു പോയെന്ന് ആളുകൾ കൂഹിക്കത്തക്ക ഏർപ്പാടുകൾ ചെയ്തു. ആ ഗൃഹത്തിന് തീവെച്ച് ഗുഹയിലൂടെ പാഞ്ഞൊളിച്ചു. ഗൃഹത്തോടുകൂടി പുരോചനനും വെന്തുപോയി. പിറ്റേന്ന് ആളുകൾ ഇതുകണ്ട് ധാർത്തരാഷ്ട്രരുടെ ഗൂഢോദ്ദേശമറിഞ്ഞ് അവരെ അധിക്ഷേപിച്ചു. കൗരവർ മരിച്ചുപോയ പാണ്ഡവർക്ക് ശേഷക്രിയകൾ ചെയ്തു. പാണ്ഡവരാകട്ടെ കാടുകളിലൂടെ വളരെ കഷ്ടപ്പെട്ട് തെക്കോട്ട് പോയി ഏകചക്ര എന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ബ്രാഹ്മണരെന്ന ഭാവത്തിൽ കുറേ കാലം താമസിച്ചു. ആയിടെയായിരുന്നു പാഞ്ചാല രാജ്യത്ത് ദ്രൗപദിയുടെ സ്വയംവരം. ഇവർ ബ്രാഹ്മണഭാവത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയും അർജുനൻ മറ്റു വീരക്ഷത്രിയന്മാർക്കു സാധിക്കാത്ത ലക്ഷ്യഭേദനം ചെയ്ത് വധുവിനെ നേടുകയും ചെയ്തു. സംഗതിവശാൽ 5 പേരും കൂടി ദ്രൗപദിയെ വിവാഹം ചെയ്തു. പാഞ്ചാല രാജ്യത്ത് സൽകൃതരായി താമസിച്ചു. വിവരം കേട്ട ഉടനെ വിതുരർ അത്ഭുതാഹ്ലാദങ്ങളോടെ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ദ്രൗപദി സ്വയംവരം കഴിഞ്ഞു. ഭാഗ്യവശാൽ കൗരവന്മാർക്ക് അഭിവൃദ്ധി തന്നെ. ആ അന്ധരാജാവാകട്ടെ ദ്രൗപദി ദുര്യോധനനെ വരിച്ചിരിക്കുമെന്ന് കരുതി സന്തോഷിച്ചു. ഭാഗ്യം തന്നെ, ഭാഗ്യം തന്നെ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് ദുര്യോധനനെ വിളിച്ചു പറഞ്ഞു, ദ്രൗപദിക്ക് ധാരാളം ആഭരണങ്ങൾ സമ്മാനമയച്ചു വരുത്തുക. അപ്പോഴാണ് വിതുരർ വാസ്തവം വെളിപ്പെടുത്തിയത്. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, വിതുര, പാണ്ഡുവിൻ്റെ മക്കളെ പാണ്ഡുവിനെന്നതിലധികം എനിക്കിഷ്ടമാണ്. ആ വീരന്മാർക്ക് കുശലമാണെന്നും ഇപ്പോൾ ബന്ധുബലമുണ്ടായെന്നും കേട്ടതിൽ എനിക്കേറെ സന്തോഷമായി. വിതുരർ പറഞ്ഞു, അങ്ങേക്ക് ഈ വിചാരം 100 നൂറ്റാണ്ടുകാലം നിലനിൽക്കട്ടെ. വിതുരർ പോയതിനു ശേഷം ദുര്യോധനനും കർണനും കൂടി ധൃതരാഷ്ട്രരോട് പറഞ്ഞു, വിതുരരുന്നത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛൻ എന്താണ് ഈ ഭാവിക്കുന്നത്? ശത്രുക്കൾക്ക് വന്ന അഭിവൃദ്ധിയെ സ്വന്തം അഭിവൃദ്ധിയായി കരുതുകയോ? അവർ നമ്മയെല്ലാം
പുത്രബല ബാന്ധവന്മാരോട് കൂടി വിഴുങ്ങിക്കളയാത്ത വിധം നാം കാലോചിതമായി ചെയ്യേണ്ടത് ആലോചിക്കുക. ധൃതരാഷ്ട്രർ പറഞ്ഞു, എൻ്റെയും വിചാരം അതുതന്നെയാണ്. അത് വിതുരനോട് വെളിപ്പെടുത്താൻ ഞാൻ ആളല്ല. ദുര്യോധന, കർണ, ഇനിയെന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദുര്യോധനൻ പറഞ്ഞു, ഇനി മിടുക്കന്മാരും വിശ്വസ്തരുമായ ബ്രാഹ്മണരെ അയച്ച് കുന്തിപുത്രരെയും മാദ്രീപുത്രരെയും തമ്മിൽ പിണക്കുക. അല്ലെങ്കിൽ അവരെല്ലാവരെയും തമ്മിൽ പിണക്കുക. അല്ലെങ്കിൽ ദ്രുപദന് ധനം കൊടുത്ത് അദ്ദേഹത്തെയും പുത്രന്മാരെയും ഇവരിൽ നിന്ന് പിണക്കുക. അല്ലെങ്കിൽ പാണ്ഡവർ ഇങ്ങോട്ട് വന്നാൽ അപകടമാണെന്ന് ധരിപ്പിച്ച് അവിടെ തന്നെ കൂടുവാൻ പ്രേരിപ്പിക്കുക. ദ്രൗപദിയെ അവരിൽ നിന്നോ അവരെ അവളിൽ നിന്നോ പിണക്കുക. എണ്ണം ഏറെയുള്ളത് കൊണ്ട് ഇത് കൂടുതൽ എളുപ്പമാണ്. അല്ലെങ്കിൽ വല്ലവരെ കൊണ്ടും സൂത്രത്തിൽ ഭീമസേനനെ കൊല്ലിക്കുക. അയാൾ കാവലുള്ളപ്പോൾ അർജുനൻ ദുർജയനാണ്. അയാൾ പോയാൽ അർജുനൻ കർണൻ്റെ 4/1. അല്ലെങ്കിൽ അഴകുറ്റ പെണ്ണുങ്ങളെ കൊണ്ട് അവരോരോരുത്തനെയും കൊതിപ്പിക്കുക. അപ്പോൾ ദ്രൗപദി അവരോടിടയും. അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ കർണനെ അയക്കുക. വഴിക്ക് വെച്ച് ആയുധധാരികളെ കൊണ്ട് അവരെ കുടുക്കിലാക്കുകയും ഇതിൽ ഏതാണ് ഏറെ കുറ്റമറ്റതെന്ന് വെച്ചാൽ അത് ചെയ്യാം. കാലം വൈകുന്നു. അവർക്ക് ദ്രുപദനുമായുള്ള വേഴ്ച മുറുകുന്തോറും അപകടമേറുകയാണ്. കർണൻ എന്തു വിചാരിക്കുന്നു? കർണൻ പറഞ്ഞു, താങ്കളുടെ ആലോചന നന്നായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉപായങ്ങളൊന്നും പാണ്ഡവരിൽ ലേശില്ല. പണ്ടവർ ഇവിടെ താങ്കളുടെ കൈക്കൽ ചിറകുമുളയ്ക്കാതെ കുഞ്ഞുങ്ങളായി താമസിക്കുന്ന കാലത്ത് താങ്കൾ ഗൂഢോപായങ്ങൾ കൊണ്ട് കൊല്ലുവാൻ നോക്കിയതൊന്നും ഫലിച്ചില്ലല്ലോ. ഇന്നവർക്ക് ചിറകുമുളച്ചു, വിദേശത്തു പാർക്കുന്നു, വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ വ്യസനങ്ങളിൽ പെടുകയില്ല. അവർക്ക് ഭാഗ്യമുണ്ട്. പിതൃപൈതാമഹമായ സ്ഥാനം നേടുവാൻ വെമ്പലുണ്ട്, കരുതലുമുണ്ട്. ഒരേ പത്നിയിൽ രമിക്കുന്നവർ തമ്മിൽ പിണങ്ങില്ല. ദ്രൗപദിയാകട്ടെ അവർ മോശക്കാരായിരിക്കെയാണ് അവരെ വരിച്ചത്. ഇന്നവർ തെളിഞ്ഞിരിക്കെ അവരിൽ നിന്ന് പിണങ്ങില്ല. ഒരുവൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക എന്നത് സ്ത്രീകൾ കൊതിക്കുന്നൊരു മേന്മയാണ്. പാഞ്ചാല രാജാവ് ആര്യ നടപ്പുകാരനാണ്. അദ്ദേഹം ധനക്കൊതിയനല്ല. അദ്ദേഹം രാജ്യം കിട്ടിയാലും പാണ്ഡവരെ കൈയൊഴിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗുണവാനായ പുത്രനും പാണ്ഡവരിൽ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് ഒന്നേ വഴിയുള്ളൂ, അവർ വേരുറപ്പിക്കും മുമ്പേ പറിച്ചെറിയുക തന്നെ. യുദ്ധത്തിനൊരുങ്ങിക്കോളൂ. നമ്മുടെ പക്ഷം ബലവത്തും പാഞ്ചാലർ ലഘുവുമായിരിക്കെ തന്നെ യുദ്ധം നടത്തുക. വിചാരിക്കാനൊന്നുമില്ല, അവർക്ക് വാഹനങ്ങളും ബന്ധുക്കളും വർദ്ധിക്കുന്നതിനു മുമ്പേ പാഞ്ചാലന്മാർ വീരരായ പുത്രന്മാരോട് കൂടി യുദ്ധത്തിനൊരുക്കം കൂട്ടും മുമ്പേ, കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി യാദവ സൈന്യവുമായി വന്നെത്തും മുമ്പേ യുദ്ധത്തിന് ചെല്ലുക. കൃഷ്ണന് പാണ്ഡവർക്ക് വേണ്ടി വെടിയാൻ വയ്യാത്തതൊന്നുമില്ല. വിക്രമം കൊണ്ടേ ഗുണമുള്ളൂ. അത് ക്ഷത്രിയൻ്റെ ധർമ്മവുമാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, കർണ, നിന്നെപ്പോലെ മഹാപ്രജ്ഞനും കൃതാസ്ത്രനുമായ ആൾ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എന്നാൽ നിങ്ങൾ ഭീഷ്മ ദ്രോണ വിതുരരോടൊപ്പം ഒന്നുകൂടി ആലോചിക്കണം. നമുക്കെന്താവും നല്ലതെന്ന്. പറഞ്ഞ വിധം അവരെയെല്ലാം വിളിച്ചു വരുത്തി ആലോചന തുടങ്ങി. അതിൽ ഭീഷ്മർ പറഞ്ഞു, പാണ്ഡവരോട് യുദ്ധം ചെയ്യുകയെന്നത് ഒരു വിധത്തിലും എനിക്ക് സമ്മതമല്ല. എനിക്ക് ധൃതരാഷ്ട്രനെ പോലെ തന്നെയാണ് പാണ്ഡുവും. ഗാന്ധാരിയുടെ മക്കളെപ്പോലെ തന്നെയാണ് കുന്തിയുടെ മക്കളും. ധൃതരാഷ്ട്ര, ഞാനെന്ന പോലെ നീയും ദുര്യോധനനും കുരുക്കളെല്ലാവരും അവരെ രക്ഷിപ്പാൻ ചുമതലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ അവരോട് സന്ധി ചെയ്ത് അവർക്ക് രാജ്യം കൊടുക്കുക. അവർക്കും ഇത് പിതൃപിതാമഹക്രമത്തിൽ അവകാശപ്പെട്ടതാണ്. ധർമ്മവഴിക്ക് നിനക്കിത് കിട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് അതിനു മുമ്പേ തന്നെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല വഴിക്ക് അവർക്ക് പകുതി രാജ്യം കൊടുക്കുക. അതാണ് എല്ലാവർക്കും ഹിതം. മറിച്ചു ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ലതാവില്ല. ആ കീർത്തി മുഴുവൻ നിനക്കായിരിക്കുകയും ചെയ്യും. കീർത്തിയെ രക്ഷിക്കൂ. കീർത്തിയാണ് വലിയ ഫലം.
കീർത്തികെട്ട മനുഷ്യൻ്റെ ജീവിതം നിഷ്ഫലമാണ്. ഭാഗ്യവശാൽ കുന്തിയും പാണ്ഡവരും ജീവിക്കുന്നു. പാപിയായ പുരോചനൻ അവൻ്റെ ആഗ്രഹം സാധിക്കാതെ ചത്തും പോയി. കുന്തി അന്ന് ആ വിധം മരിച്ചുപോയെന്ന് കേട്ടതു മുതൽ എനിക്ക് ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും മുഖത്ത് നോക്കാൻ വയ്യാതായിരിക്കുന്നു. ആളുകൾ പുരോചനനെ എന്നതിലധികം നിന്നെയാണ് കുറ്റം പറയുന്നത്. അവരിന്ന് ജീവിക്കുന്നു എന്നത് നിന്റെ കുറ്റം പോക്കാനുള്ള വഴിയാണ്. മഹാരാജാവെ, പാണ്ഡവരെ വരുത്തി കാണുവാൻ സമ്മതിക്കുക. ആ വീരന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരുടെ പൈതൃകമായ പങ്ക് അപഹരിപ്പാൻ ഇന്ദ്രൻ താൻ തന്നെ വന്നാലും സാധിക്കില്ല. അവർ ധർമ്മിഷ്ഠരാണ്, ഏക മനസ്സുള്ളവരാണ്. അവരെ രാജ്യത്തു നിന്ന് അധർമ്മം കൊണ്ടാണ് അകറ്റിയത്. നിനക്ക് ധർമ്മമനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്ഷേമം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി രാജ്യം കൊടുക്കുക. ദ്രോണർ ഭീഷ്മരെ സർവാത്മന അനുകൂലിച്ചുകൊണ്ട് തുടർന്നു. ഉടനെ ദ്രുപദൻ്റെ അടുക്കലേക്ക് പ്രിയം പറയുവാൻ ഒരാളെ അയക്കുക. അവർക്കായി ധാരാളം വിശിഷ്ട വസ്തുക്കളുമായി അയാൾ അവിടെ ചെന്ന് ദ്രുപദനോടും ദൃഷ്ടദ്യുമ്നനോടും വീണ്ടും വീണ്ടും പറയണം, ഈ ബന്ധം നിങ്ങൾക്ക് അഭിവൃദ്ധിയായി ഉചിതവും പ്രിയവുമായി എന്ന്. അതുപോലെ പാണ്ഡവരോടും ദ്രൗപദിക്ക് വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ സമ്മാനിക്കണം. അതുപോലെ ദ്രുപദപുത്രന്മാർക്കും പാണ്ഡവർക്കും കുന്തിക്കും. എന്നിട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കണം. അവർ സമ്മതിച്ചാൽ ദുശാസന വികർണന്മാർ വലിയ സൈന്യവുമായി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവരെ സൽക്കരിച്ച് പ്രകൃതികളുടെ സമ്മതത്തോടു കൂടി അവർക്ക് പൈതൃകമായ സ്ഥാനം കൊടുക്കുകയും ചെയ്യണം. ഇതാണ് തക്ക നടപടി. കർണൻ പറഞ്ഞു, പണം കൊടുത്ത് ബഹുമാനിച്ച് എല്ലാ കാര്യത്തിലും ഉറ്റവരാക്കി വെച്ച ആളുകൾ തങ്ങൾക്ക് ശ്രേയസ്സല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ പരം അത്ഭുതം എന്തുള്ളൂ? ദുഷ്ടമായ മനസ്സോടുകൂടി ആത്മാവിനെ മറച്ചുവെച്ച് ശ്രേയസ് എന്ന പേരിൽ സംസാരിക്കുന്നവർ സജ്ജന വഴിക്ക് നടക്കുന്നവരാണോ? അഥവാ അർത്ഥസങ്കടങ്ങളിൽ മിത്രങ്ങളെ കൊണ്ടല്ല ശ്രേയഹാനിയോ വരുന്നത്. എല്ലാവർക്കും സുഖദുഃഖങ്ങൾ വ്യതികൃതമാണ്. മനുഷ്യൻ പണ്ഡിതനായാലും പാമരനായാലും കുട്ടിയായാലും കിഴവനായാലും തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും തനിക്ക് വെച്ചതെല്ലാം എവിടെയും നേടുന്നു. താങ്കൾക്ക് രാജ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിടിച്ചു നോക്കിയിരിക്കെ തന്നെ അത് കിട്ടും. ഇല്ലെങ്കിലോ പണിപ്പെട്ടാലും കിട്ടില്ല. ഇതുറപ്പിച്ച് മന്ത്രിമാരുടെ ഗുണദോഷം മനസ്സിലാക്കിക്കൊള്ളുക. ദുഷ്ടന്മാർ പറയുന്നതും ധരിക്കണം, അദുഷ്ടന്മാർ പറയുന്നതും. മനസ്സിലായി, ദ്രോണർ പറഞ്ഞു. ഭാവദോഷം കൊണ്ട് നീ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നു മാത്രം പറഞ്ഞേക്കാം, നീ പറയുന്ന വിധം നടന്നാൽ താമസിയാതെ കുരുക്കൾ നശിക്കും. വിതുരരും ഭീഷ്മദ്രോണരുടെ സമത്വത്തെ എടുത്തു പറഞ്ഞ് അവരുടെ അഭിപ്രായത്തെ അനുകൂലിച്ചുകൊണ്ടും പാണ്ഡവരുടെയും രാമകൃഷ്ണന്മാരുടെയും അജയ്യതയെ എടുത്തു കാട്ടിക്കൊണ്ടും സംസാരിച്ചു. ധൃതരാഷ്ട്രർ തൻ്റെ അഭിപ്രായവും അതുതന്നെയാണെന്ന് കാണിച്ചു. വിതുരരെ തന്നെ സമ്മാനങ്ങളോടുകൂടി പാഞ്ചാല രാജ്യത്തേക്ക് അയച്ചു. ദ്രുപദനും പാണ്ഡവരും ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ചു. പാണ്ഡവർ കുന്തി ദ്രൗപദിമാരോടുകൂടി ഹസ്തിനിപുരത്തിൽ വന്നു. പ്രജകൾക്കെല്ലാം വളരെ സന്തോഷമായി. കുറച്ചു നാളുകൾക്കു ശേഷം പാണ്ഡവർക്ക് പാതിരാജ്യം കൊടുത്ത് ഗാണ്ഡവപ്രസ്ഥത്തിൽ വാഴിക്കപ്പെട്ടു. അങ്ങനെ കുരുപാണ്ഡവർ തമ്മിലുള്ള മത്സരം ശമിച്ച മട്ടായി. പക്ഷേ അത്ര എളുപ്പത്തിൽ ശമിക്കുന്നവയാണോ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ? അത് ഒരു വലിയ യുദ്ധമായി വളരുന്നതിന് മുമ്പ് തെല്ലിട വിശ്രമം കൊള്ളുകയായിരുന്നു. വലിയൊരു കാടായി കിടന്നിരുന്ന ഗാണ്ഡവപ്രസ്ഥം യുധിഷ്ഠിരൻ്റെ വാഴ്ചയിൽ മികച്ചൊരു നഗരമായി വളർന്നു. ഗാണ്ഡവദാഹത്തിൽ അർജുനനാൽ പ്രാണരക്ഷ നൽകപ്പെട്ട അസുരശില്പിയായ മയൻ തൻ്റെ കൃതജ്ഞതാസൂചകമായി യുധിഷ്ഠിരന് വിലയേറിയതും മായാ കാഴ്ചകൾ നിറഞ്ഞതുമായ ഒരു ദിവ്യസഭ പണി ചെയ്തു കൊടുത്തു. അർജുനൻ കൃഷ്ണ സോദരിയായ സുഭദ്രയെ അപഹരിച്ചതോടുകൂടി വൃഷ്ണികളുടെ ബന്ധുത്വത്തിന് മുറുക്കം കൂടി. യുധിഷ്ഠിരൻ ഭൂമി മുഴുവൻ മുടിക്കുന്ന ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്ന നാരദൻ്റെ ഉപദേശമനുസരിച്ച്
രാജസൂയയാഗം ചെയ്യുവാൻ നിശ്ചയിച്ചു. സമ്രാട്ടാകുവാൻ അർഹതയുള്ള രാജാവ് ദിഗ്വിജയം ചെയ്ത് നടത്തേണ്ട യാഗമാണത്. അക്കാലത്ത് മഗധാധിപതിയായ ജരാസന്ധനായിരുന്നു ഏറ്റവും കരുത്തനായ രാജാവ്. വൃഷ്ണികൾ പോലും അയാളെ പേടിച്ചിട്ടാണ് മധുര രാജ്യം വിട്ട് പടിഞ്ഞാറ് ദ്വാരകയിൽ ചെന്ന് പാർപ്പുറച്ചത്. ജരാസന്ധൻ അന്ന് രാജാക്കന്മാരെ ബലി കഴിക്കുന്ന ഒരു രുദ്രയജ്ഞവും രാജസൂയവും നടത്തുവാൻ ഒരുങ്ങി വരികയായിരുന്നു. 100 രാജാക്കന്മാരുള്ളതിൽ 86 പേരെ പിടിച്ചുകൊണ്ടുപോവുക കഴിഞ്ഞിരുന്നു. അയാളെ ജയിക്കാതെ രാജസൂയം നടത്തുക സാധ്യമല്ലെന്നും ജയിച്ചാൽ എളുപ്പമായെന്നും കൃഷ്ണൻ ഉപദേശിച്ചു. അദ്ദേഹം തന്നെ ഭീമാർജുനന്മാരോടുകൂടി ഉപായത്തിൽ ചെന്ന് ഭീമനുമായുണ്ടായ ദ്വന്ദ്വയുദ്ധത്തിൽ ജരാസന്ധനെ കൊല്ലിച്ചു. അതോടുകൂടി പ്രാണരക്ഷ നൽകപ്പെട്ട രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരന് അധീനരായി. 4 ദിക്കിലുമുള്ള രാജാക്കന്മാർ ഭീമാർജുനന്മാർ പോയി ജയിച്ച് കപ്പം വാങ്ങി വരികയും ചെയ്തു. രാജസൂയം കെങ്കേമമായി നടന്നു. അതിൽ അഗ്രപൂജ നൽകിയത് കൃഷ്ണന് തന്നെയാണ്. ദാസനും അരാജാവുമായ ആ യാദവനെ ആ വിധം പൂജിച്ചതിൽ ഛേദീശ്വരനായ ശിശുപാലൻ കലശലായ ശുണ്ഠിയെടുത്തു. ഒരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്നുമായ ആ ഘട്ടത്തിൽ കൃഷ്ണൻ ചക്രമയച്ച് ശിശുപാലനെ വധിച്ചു. അയാളിലുണ്ടായിരുന്ന കൃഷ്ണ തേജസ് ഏറ്റുവന്ന് കൃഷ്ണനിലേക്ക് തന്നെ പ്രവേശിച്ചു. ഇതെല്ലാം കണ്ട് ശിശുപാലനോടൊപ്പം ശോഭിച്ചിളകിയ മറ്റു രാജാക്കന്മാർ പേടിച്ചടങ്ങി. അങ്ങനെ പാണ്ഡവർ സാമ്രാജ്യ യശസ് നേടി. രാജസൂയം കഴിഞ്ഞ് അതിഥികളെല്ലാം തിരിച്ചുപോയിട്ടും ദുര്യോധനൻ ശകുനിയോടുകൂടി കുറച്ചുനാൾ അവിടെ താമസിച്ച് ആ മയസഭയെല്ലാം നടന്നു കണ്ടു. എന്നിട്ട് ഹസ്തിനപുരത്തിലേക്ക് മടങ്ങുമ്പോൾ വിവർണനായി എന്തോ വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ദുര്യോധനനോട് ശകുനി ചോദിച്ചു, "ദുര്യോധന, നീ എന്താണ് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നത്?" ദുര്യോധനൻ പറഞ്ഞു, "അമ്മാമ, ഈ ഭൂമിയാകെ യുധിഷ്ഠിരന് അധീനമായിരിക്കുന്നതും ആ നിലയ്ക്ക് നിറവേറിയ രാജസൂയവും കണ്ടിട്ട് ഞാൻ അമർഷം മൂലം വേനൽക്ക് കൊച്ചുകുളത്തിലെ വെള്ളം പോലെ തിളച്ചു വറ്റുകയാണ്. കണ്ടില്ലേ കൃഷ്ണൻ ശിശുപാലനെ വീഴ്ത്തിയത്? അയാൾക്ക് പിൻചെല്ലുവാൻ ഒരാളുണ്ടായതുമില്ല. രാജാക്കന്മാരൊക്കെ വൈശ്യന്മാരെ പോലെയാണ് പല രത്നങ്ങളും കൊണ്ടുവന്ന് പാണ്ഡവർക്ക് കപ്പം കൊടുത്തത്. ഞാൻ തീയിലോ വെള്ളത്തിലോ ചാടിച്ചാവും, അല്ലെങ്കിൽ വിഷം കഴിക്കും. എനിക്ക് വയ്യ. ആണായിട്ടുള്ള ആർക്കാണ് ശത്രുവിൻ്റെ അഭിവൃദ്ധി കണ്ട് അനങ്ങാതിരിക്കുക സാധിക്കുക? ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടവനുമല്ല. ഞാൻ മുമ്പ് അവരെ നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു. അതുകൊണ്ട് അതൊക്കെ കടന്നും അവർ വെള്ളത്തിൽ താമരപ്പൂവെന്ന പോലെ വളർന്നു വന്നു. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ വിട തരൂ. എൻ്റെ കഥ അച്ഛനോട് പറയുകയും ചെയ്തേക്കും. യുധിഷ്ഠിരനോട് അമർഷം കൊള്ളരുത് ദുര്യോധന." ശകുനി പറഞ്ഞു, "പാണ്ഡവന്മാർ അവരുടെ ഭാഗ്യം അനുഭവിക്കുകയാണ്. നീ പ്രയോഗിച്ച പല ഉപായങ്ങളിൽ നിന്നും അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ദ്രൗപദിയെ നേടി ദ്രുപദനെയും പുത്രന്മാരെയും കൃഷ്ണനെയും രാജ്യലാഭത്തിന് സഹായരായി നേടി. പൈതൃകമായ രാജ്യാംശം നേടി അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. ഇതിലെന്തുണ്ട് വ്യസനിപ്പാൻ? അതുപോലെ അർജുനന് ഗാണ്ഡീവം കിട്ടിയതിലും മയൻ സഭ പണി ചെയ്തതിലും എന്തുണ്ട് വ്യസനിപ്പാൻ? നീ പറഞ്ഞുവല്ലോ നിനക്ക് സഹായിപ്പാൻ ആരുമില്ലെന്ന്. അത് വെറുതെയാണ്. ഈ മഹാരഥനായ സഹോദരരുണ്ടല്ലോ നിനക്ക് സഹായമായിട്ട്. ദ്രോണരും അശ്വത്ഥാമാവും കർണനും കൃപരും ഞാനും എൻ്റെ സഹോദരന്മാരുമെല്ലാമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നീ ഭൂമിയാകെ ജയിച്ചു കൊള്ളുക." ദുര്യോധനൻ പറഞ്ഞു, "അമ്മാമൻ സമ്മതിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരോടും കൂടി ഞാൻ ഇവരെ തന്നെ ജയിക്കാം. ഇവരെ ജയിച്ചാൽ ഭൂമിയും എല്ലാ രാജാക്കന്മാരും ആ സമൃദ്ധമായ സഭയും എൻ്റേതാകുമല്ലോ." ശകുനി പറഞ്ഞു, "ഭീമാർജുനന്മാർ
കൃഷ്ണൻ, ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നാദികൾ എന്നിവരെയൊക്കെ യുദ്ധത്തിൽ ജയിച്ചു കളയുക സാധ്യമല്ല. അവർ അത്രയ്ക്ക് മഹാരഥന്മാരാണ്. എന്നാൽ യുധിഷ്ഠിരനെ സ്വയം ജയിക്കാനുള്ള ഒരു പണി എനിക്കറിയാം. ദുര്യോധനൻ പറഞ്ഞു. പറയൂ മാമ, പറയൂ. ശകുനി പറഞ്ഞു. യുധിഷ്ഠിരന് ചൂതുക്കളി കമ്പമുണ്ട്. കളിക്കാനൊട്ട് അറിഞ്ഞും കൂടാ. ആ ചക്രവർത്തി ചൂതിന് വിളിച്ചാൽ ഒഴിഞ്ഞു മാറില്ല. ഞാനാകട്ടെ ചൂതുകളിയിൽ വിരുദ്ധനാണ്. എനിക്ക് കിടനിൽക്കാൻ 3 ലോകത്തിലും ആരുമില്ല. നീ യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ രാജ്യവും ശ്രീയുമെല്ലാം നിനക്ക് വാങ്ങിത്തരാം. തീർച്ച. ഇത് അച്ഛനെ അറിയിച്ച് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുക. ദുര്യോധനൻ പറഞ്ഞു. അമ്മാമൻ തന്നെ വേണം അച്ഛനോട് വഴി പോലെ പറയാൻ. എനിക്കു വയ്യ. അവർ ധൃതരാഷ്ട്രരുടെ അടുക്കലേക്ക് ചെന്നു. ശകുനി പറഞ്ഞു. മഹാരാജാവേ, ദുര്യോധനൻ ചടച്ചുവാടി ക്ഷീണിച്ചിരിക്കുന്നത് അറിഞ്ഞില്ലേ? ജ്യേഷ്ഠപുത്രന് ശത്രുക്കളിൽ നിന്നുണ്ടായ ശോകം അങ്ങ് മനസ്സിലാക്കാത്തത് എന്താണ്? ധൃതരാഷ്ട്ര ചോദിച്ചു. ഉണ്ണി, ദുര്യോധന, എന്താണ് നിനക്ക് ദുഃഖം? എനിക്ക് കേൾക്കാമെങ്കിൽ പറയൂ. അച്ഛനമ്മമാർ മക്കൾക്കെന്തു നേടിക്കൊടുക്കണമോ ആ പിതൃപൈതാമഹമായ സ്ഥാനം നിനക്ക് കിട്ടിയിരിക്കുന്നു. പഠിപ്പുണ്ട്, ഗൃഹത്തിൽ ലാളിക്കപ്പെടുന്നു, സഹോദരരിൽ ജ്യേഷ്ഠനാണ്. എന്തില്ലാഞ്ഞിട്ടാണ് നീ ദുഃഖിക്കുന്നത്? കേവലം മനുഷ്യർക്കില്ലാത്ത മികച്ച ഊണും ഉടുപ്പുമാണ് നിനക്കുള്ളത്. വലിയൊരു രാഷ്ട്രത്തിൽ ആജ്ഞ നടത്തി വാഴുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താണിപ്പോൾ നിനക്ക് ദുഃഖിക്കാനുണ്ടായത്? ദുര്യോധനൻ പറഞ്ഞു. തനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടല്ലോ എന്ന് വെച്ച് അമർഷം കൊള്ളാത്തവൻ പാപിയാണ്, അധമനാണ്. അന്യർക്കുള്ളതിനോളമുള്ള ഐശ്വര്യം മാത്രം എന്നെ തൃപ്തിപ്പെടുത്തുകയില്ല. യുധിഷ്ഠിരനിൽ കത്തിജ്വലിക്കുന്ന സ്ത്രീ കണ്ടിട്ട് നോവുകയും ചെയ്യുന്നു. ഭൂമി മുഴുവൻ യുധിഷ്ഠിരൻ്റെ പാട്ടിലായതുകണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ കടലിലും കരയിലുമുള്ള സമ്പത്ത് മുഴുവൻ യുധിഷ്ഠിര ഗൃഹത്തിൽ വന്ന് കൂമ്പാരം കൂടിയിരിക്കുന്നു. ഞാൻ മൂത്തവനും മുന്തിയവനുമാണെന്ന് വെച്ച് യുധിഷ്ഠിരൻ എന്നെയാണ് കാഴ്ചകൾ വാങ്ങിവെപ്പാൻ ഏർപ്പെടുത്തിയത്. അത് വാങ്ങിവെച്ച് എൻ്റെ കൈ കഴിച്ചു. വാങ്ങാനാവാഞ്ഞിട്ട് ദൂരത്തു നിന്ന് വന്ന പല കാഴ്ചകളും മടങ്ങി പോവുക പോലും ഉണ്ടായി. യമൻ യുധിഷ്ഠിരന് പണി ചെയ്തു കൊടുത്ത ആ സഭയിലെ മായാക്കാഴ്ചകൾ നോക്കി നിൽക്കെ എനിക്ക് പല അമളികൾ പറ്റുകയും അതുകണ്ട് ഭീമാർജുനാദികളും ദ്രൗപദി തുടങ്ങിയ പെണ്ണുങ്ങളും ചിരിക്കുകയും ഉണ്ടായി. യുധിഷ്ഠിരൻ അപ്പോഴും എന്നെ സൽക്കരിച്ചു. അതാണ് എനിക്കേറെ ദുഃഖം. ഞാൻ പണ്ട് പേരേ കേട്ടിട്ടില്ലാത്ത രത്നങ്ങളാണ് അവിടെ കണ്ടത്. അതെൻ്റെ മനസ്സിനെ എരിയിക്കുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു. ഉണ്ണി, നീ ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠപുത്രനുമാണ്. പാണ്ഡവരോട് പകവയ്ക്കരുത്. പകവയ്ക്കുന്നവന് ദുഃഖമേ ഉള്ളൂ. രണ്ടെന്നില്ലാത്ത യുധിഷ്ഠിരനോട് നിന്നെപ്പോലുള്ളവർ പകവയ്ക്കാമോ? കുലവും വീര്യവും സമമായ സഹോദരൻ്റെ സ്ത്രീയെ കഥയില്ലാതെ നീ കാമിക്കുകയോ? അതരുത്. അതല്ല, ആ യജ്ഞൈശ്വര്യം നിനക്കും വേണമെങ്കിൽ ഋതുക്കളെ വരുത്തി വലിയൊരു യജ്ഞം നടത്തിക്കൊള്ളുക. രാജാക്കന്മാർ പ്രീതി ബഹുമാനങ്ങളാൽ നിനക്കും ധാരാളം ധനം കാഴ്ചവെക്കും. പരസ്വത്തിൽ കൊതി അനർത്ഥമാണ്. തനിക്കുള്ളതുകൊണ്ട് സന്തോഷിച്ച് തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നവനെ സുഖമുള്ളൂ. അവനവൻ്റെ പാട്ടിൽ അടങ്ങിയിരിക്കൂ. ദുര്യോധനൻ പറഞ്ഞു. അച്ഛൻ അറിഞ്ഞുകൊണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അച്ഛന് തൻ കാര്യത്തിൽ ശ്രദ്ധയില്ലായകയോ എന്നെ സ്നേഹമില്ലായകയോ? അങ്ങാണ് കൊണ്ടു നടക്കാനെങ്കിൽ ഈ ധാർത്തരാഷ്ട്രന്മാർ മുടിഞ്ഞു. അങ്ങെപ്പോഴും തനിക്ക് നല്ലതേ ചെയ്യാനാവൂ എന്ന് പറയുന്നു. ബൃഹസ്പതി പറയുന്നു, ലോകരുടേതുപോലെയല്ല രാജാക്കന്മാരുടെ നടപ്പെന്ന്. ക്ഷത്രിയൻ്റെ വൃത്തി ജയത്തിലാണ്. അത് ധർമ്മമായാലും അധർമ്മമായാലും തനിക്ക് നിലനിൽപ്പ് വേണമെന്നുള്ളവർ ശത്രുശ്രീയെ ദിക്കുകളിലേക്ക് ചമട്ടികൊണ്ട് അടിച്ചു പായിക്കണം. ഒളിവിലായാലും വെളിവിലായാലും ശത്രുവിനെ ദ്രോഹിക്കാനുള്ള വഴി നോക്കലാണ് ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രം. മുറിക്കുന്നത് മാത്രമല്ല ശാസ്ത്രം, മതിവരായകയാണ് ശ്രീക്കു മൂലം. അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നു. ഇന്ദ്രൻ നമ്പൂജിയുമായി ദ്രോഹിക്കില്ലെന്ന് കരാർ ചെയ്തിട്ടാണ് അവൻ്റെ തലയെടുത്തത്.
അതാണെപ്പോഴും ശത്രുവിനോട് വേണ്ട നടപടി. മനുഷ്യന് ജന്മന ഒരു ശത്രുവുമില്ല. ഏവർ തുല്യവൃത്തികളോ അവർ തമ്മിലാണ് ശത്രുത്വം. ശത്രുപക്ഷം മുതിർന്നു വരുന്നതിനെ നോക്കാതെ വിട്ടാൽ അവർ മൂർച്ഛിച്ച രോഗം പോലെ മുരടറുക്കും. ശത്രു നിസ്സാരനായാലും വളരാൻ തുടങ്ങിയാൽ അടുത്തുണ്ടായ പുറ്റ് മരത്തെ എന്ന പോലെ വിഴുങ്ങിക്കളയും. ആജമീഡ, അങ്ങ് ശത്രുശ്രീയിൽ ഇഷ്ടം വെക്കേണ്ട. സത്വവാന്മാർക്ക് നയം തലയിൽ ചുമന്ന ഭാരമാണ്. പാണ്ഡവൈശ്വര്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കഥ സംശയമാണ്. ഒന്നുകിൽ എനിക്ക് ആ സ്ത്രീ കിട്ടണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു വീഴണം. അവരെപ്പോലെയാകാതെ എനിക്കെന്തിനീ ജീവിതം? പാണ്ഡവന്മാർ നിത്യവും മുതിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത് മാത്രം. ശകുനി പറഞ്ഞു, യുധിഷ്ഠിരനിൽ നിന്നെ ദുഃഖിപ്പിക്കുന്ന ആ സ്ത്രീയുണ്ടല്ലോ, അതിനെ ഞാൻ പിടിച്ചു മാറ്റാം. അദ്ദേഹത്തെ ചൂതിന് വിളിക്കൂ. ആപൽ ഭയമില്ലാതെ പടയ്ക്ക് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാതെ വെറും ചൂത് കളിച്ച് ഞാൻ ജയിക്കാം. കാരണം എനിക്കതറിയാം, അവർക്കതറിയില്ല. ദുര്യോധനൻ പറഞ്ഞു, ചൂതിൽ വിരുതുള്ള അമ്മാമൻ പാണ്ഡവരിൽ നിന്നും ചൂത് കളിച്ച് ശ്രീയെ തട്ടിയെടുപ്പാൻ ആളാണ്. അച്ഛനത് സമ്മതിക്കണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഞാൻ സഹോദരനും മഹാത്മാവുമായ വിതുരൻ്റെ ശാസനത്തിൽ നിൽക്കുന്നവനാണ്. ഞാൻ ഇക്കാര്യത്തെപ്പറ്റി അയാളെ വിളിച്ച് ആലോചിക്കട്ടെ. ദുര്യോധനൻ പറഞ്ഞു, ആപശങ്കയില്ലാത്ത വിതുരർ അച്ഛൻ്റെ ബുദ്ധിയെ തടയും. അദ്ദേഹത്തിന് പാണ്ഡവന്മാരുടെ ഹിതത്തിലാണ് ശ്രദ്ധ, എൻ്റേതിലല്ല. ഒരു മനുഷ്യനും അന്യൻ്റെ സാമർത്ഥ്യത്തെ വെച്ചുകൊണ്ട് കാര്യം തുടങ്ങരുത്. കാര്യങ്ങളിൽ രണ്ടുപേരുടെ ബുദ്ധി ഒന്നാവലില്ല. ആപത്ത് പേടിച്ച് അവനവനെയും കാത്തിരിക്കുന്നവൻ മഴക്കാലത്ത് നനഞ്ഞ പായ പോലെയാണ്, ഇരുന്നു ചെയ്യും. വ്യാധികളോ മരണമോ ശ്രേയസ് നേടുന്നതിനെ കാത്തു നിൽക്കില്ല. കഴിവുള്ളപ്പോൾ തന്നെ ശ്രേയസ്സിന് യത്നിക്കണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഉണ്ണി എന്തായാലും നീ ബലവാന്മാരോട് ഇടയുന്നത് നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈര്യം കലഹമുണ്ടാക്കുന്നു. അത് ഇരുമ്പുകൊണ്ടല്ലാത്ത ആയുധമാണ്. രാജകുമാര, നീ അനർത്ഥത്തെ കലഹത്തിനുള്ള ഒരുക്കുമാനത്തെ അർത്ഥമായി കരുതുന്നു. അത് തുടങ്ങിയാൽ ഏതുവിധവും വാളമ്പുകളെ പുറത്തു ചാടിക്കും. ദുര്യോധനൻ പറഞ്ഞു, പണ്ടുള്ളവരും ചൂതു കളിച്ചിട്ടുണ്ട്. അതിൽ ആപത്തും യുദ്ധവും ഒന്നുമില്ല. അതുകൊണ്ട് അമ്മാമൻ പറഞ്ഞത് കേൾക്കൂ. വേഗത്തിലൊരു സഭ പണി ചെയ്യാൻ കൽപ്പിക്കൂ. ധൃതരാഷ്ട്രർ പറഞ്ഞു, നീ പറഞ്ഞതൊന്നും എനിക്ക് ബോധിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് തുടങ്ങിയാൽ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ഇനി ആരും നല്ലത് പറഞ്ഞു തരാനുണ്ടാവില്ല. ബുദ്ധിയും വിദ്യയുമുള്ള വിതുരൻ ഇതിങ്ങനെയേ വരൂ എന്ന് പണ്ടേ കണ്ടതാണ്. ക്ഷത്രിയ വംശത്തിൻ്റെ വിത്ത് പോലും മുടിക്കുന്ന അതിഥ അവശനായ എനിക്ക് നേരിട്ടിരിക്കുന്നു. പിന്നെ വിതുരരെയോ ഭീഷ്മദ്രോണാദികളെയോ കർണനെ പോലുമോ വരുത്തി ആലോചിക്കുക ഉണ്ടായില്ല. ഉടനെ ഒരു സഭ പണി ചെയ്യുവാൻ ആജ്ഞ കൊടുക്കപ്പെട്ടു. കുറച്ചു നാൾ കൊണ്ട് അതൊരുങ്ങിയപ്പോൾ ധൃതരാഷ്ട്രർ വിതുരരെ വിളിച്ച് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ഇവിടെ തുലവും വിശേഷപ്പെട്ടൊരു സഭയുണ്ടാക്കിയിട്ടുണ്ട്. സഹോദരന്മാരോട് കൂടി വന്ന് അത് കാണുവാനും ഒരു സുഹൃദ്യൂദ്യം നടത്തുവാനും പറയുക. അപ്പോഴും വിതുരർ ആപത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആപത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കായികയില്ല. ഇതായിരുന്നു ധൃതരാഷ്ട്രരുടെ സമാധാനം. ധാതാവ് വിധിച്ചതിൻ്റെ പാട്ടിലാണല്ലോ ഈ ലോകം മുഴുവൻ, സ്വതന്ത്രമല്ലല്ലോ. പണ്ട് ശമത്തിനു വേണ്ടി പാഞ്ചാല രാജ്യത്തേക്ക് ചെന്ന വിതുരർ തന്നെ ഇപ്പോൾ കലഹത്തിനു വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. ക്ഷണം കേട്ടപ്പോൾ യുധിഷ്ഠിരൻ, ഞാൻ ശകുനിയോട് അങ്ങോട്ട് ചൂതിന് പുറപ്പെടില്ല. എന്നെ വിളിച്ചാൽ ഞാൻ പിൻവാങ്ങുകയുമില്ല. അതിൻ്റെ വ്രതമാണ് എന്ന് നിശ്ചയിച്ച് സപരിവാരം പുറപ്പെട്ടു. ഹസ്തനിപുരത്തിൽ ബന്ധുക്കൾ ഒത്തുചേർന്നു. ദ്രൗപദിയിൽ കത്തിത്തിളങ്ങുന്ന പരമൈശ്വര്യം കണ്ട് ധൃതരാഷ്ട്രരുടെ സനുഷ്യന്മാർക്ക് സുഖമില്ലാതായി. പിറ്റേന്ന് ആ പുതുസഭയിൽ എല്ലാവരും വന്നു ചേർന്നു. ശകുനി ദുര്യോധനൻ്റെ പേരിൽ യുധിഷ്ഠിരനെ ചൂതിന് വിളിച്ചു. കളി തുടങ്ങി. യുധിഷ്ഠിരൻ തൻ്റെ സ്വത്തിൽ വകുപ്പായി പണയം വെച്ച് എല്ലാം കളഞ്ഞു. ഒടുവിൽ സഹോദരന്മാരോരോരുത്തരെയും തന്നെയും പണയം വച്ചു. എല്ലാവരും അടിമകളായി.
അപ്പോൾ ശകുനി പറഞ്ഞു, ഒരു സ്വത്ത് കൂടി ബാക്കിയുണ്ടല്ലോ, ദ്രൗപദി. യുധിഷ്ഠിരൻ അവളെ കൂടി പണയം വെച്ച് കളിച്ച് അടിമയാക്കി. എല്ലാവരും ഇതൊക്കെ കണ്ട് വ്യസനിച്ചിരിക്കെ ധൃതരാഷ്ട്രർ മാത്രം ഹർഷത്തോടെ എന്തു ജയിച്ചു എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ ഭാവം മറച്ചു വയ്ക്കാതെയായി. ഇതിനെ തുടർന്നാണ് പാണ്ഡവ പത്നിയായ പാഞ്ചാലിയെ ആ സഭയിൽ കൊണ്ടുവന്ന് അവമാനിക്കലുണ്ടായത്. ലോകചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളവയും ഇനി ഉണ്ടാവാനിരിക്കുന്നവയുമായ യുദ്ധങ്ങളുടെയെല്ലാം ആയുധശാലയത്രേ ഇവിടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അന്നന്ന് അതാത് വ്യക്തികളിൽ തീർത്തു വരുന്ന അധികാരവാജ്ഞ, ആ അധികാരവാജ്ഞയുടെ ഉത്കർഷേച്ഛയുടെ പരോത്കർഷ സഹിഷ്ണുത്വത്തിൻ്റെ കേവലീകൃതമായ വിശ്വരൂപമത്രേ ദുര്യോധനൻ. ഇവിടെ കൗരവപക്ഷത്തിലെന്ന പോലെ പാണ്ഡവപക്ഷത്തിലും അധികാരേച്ഛയുണ്ടെന്നത് വാസ്തവം തന്നെ. അതുകൊണ്ട് തന്നെ കവി ഇരു കക്ഷിയിലെയും നേതാക്കന്മാർക്ക് യുധിഷ്ഠിരനെന്നും ദുര്യോധനനെന്നും യുദ്ധാനുബദ്ധമായ പേര് നൽകിയത്. എന്നാൽ പാണ്ഡവ ജ്യേഷ്ഠന് വേറെയും പേരുകളുണ്ട്. ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠനാകട്ടെ ദുര്യോധനൻ, സുയോധനൻ എന്നു രണ്ട് പേർ മാത്രമേ ഉള്ളൂ. ശരിയായ യുദ്ധം, തെറ്റായ യുദ്ധം എന്നിവ ഒരേ ഒന്നിൻ്റെ പര്യായഭേദങ്ങൾ മാത്രമാണെന്നർത്ഥം. അങ്ങനെ മനുഷ്യനിലുള്ള അധികാരവാജ്ഞയുടെ മൂർത്തിഭാവമായ ദുര്യോധനൻ ആ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല, മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വതാത്മാവാണ്. അയാളെ നിങ്ങൾ ചിലപ്പോൾ ദുഷ്ടനെന്ന് വിളിച്ചേക്കും. എന്നാൽ അയാളാണ് ഇന്നോളം ലോകചരിത്രത്തെ നയിച്ചു പോന്നതും നയിച്ചു കൊണ്ടിരിക്കുന്നതും. അയാൾക്കാണ് നാം നമ്മുടെ ഏറ്റവും നല്ല സ്തുതിവചനങ്ങൾ സമർപ്പിച്ചു പോന്നതും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. ആ ശാശ്വതാത്മാവിനെ കേവലീകരിച്ചു കാണിക്കുന്നതിൽ കവി ഇവിടെ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. എതിരാളിയിലുള്ള ഐശ്വര്യം കൈയടക്കണമെന്നതിൽ നിന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അയാൾക്കൊരു നോട്ടവുമില്ല. അതിനുവേണ്ടി എന്തു ചെയ്യുവാനും അയാൾക്കൊരു മടിയില്ല. ആരൊക്കെ എന്തൊക്കെ എതിർ പറഞ്ഞാലും എത്ര പരാജയപ്പെട്ടാലും അതിനൊരു ഇളക്കവുമില്ല. പിന്നെ അയാൾക്ക് അധികാരം കിട്ടിയാൽ ആദ്യമായി ചെയ്യുവാനുള്ള മംഗളകർമ്മം എതിർകക്ഷിയെ അങ്ങേയറ്റത്തോളം അവമാനിക്കുകയാണ്. ചൂതുകളി കഴിഞ്ഞ ഉടനെ ദുര്യോധനൻ പാണ്ഡവരുടെ അഭിമാനപാത്രമായ അന്തഃപുരത്തെയാണ് അവമാനിക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചതും. അടിമകളുടെ സ്വത്തെല്ലാം പിടിച്ചു വാങ്ങുക എന്ന ന്യായത്തിന്മേൽ ഈ ബുദ്ധി കർണന്റെ വകയാണ്. ആ കുലീന സ്ത്രീയുടെ ഉടുവസ്ത്രത്തിന്മേൽ കൈവെപ്പിച്ചതും മറ്റൊന്നിനെയുമല്ലല്ലോ ഉദാഹരിക്കുന്നത്. ലോകത്തിൽ അധികാരേച്ഛയുടെ ഈ വടംവലിക്കിടയിൽ പാണ്ഡിത്യങ്ങൾക്കോ ധർമ്മബോധങ്ങൾക്കോ സദ്വൃത്തികൾക്കോ ഒരു പിടിയുമില്ല. മഹാത്മാവായ ഭീഷ്മർക്ക് കുരുപിതാമഹസ്ഥാനമുണ്ടായിട്ടും അദ്ദേഹത്തിന് അതനുസരിച്ച് പ്രയോജനകരമായി വല്ലതുമൊന്ന് പ്രവർത്തിപ്പാൻ അധികാരമില്ലാതെ ഉദാസീനനായി എല്ലാം ഇരുന്ന് കാണേണ്ടി വന്നു. വിതുരർ ഉദാസീനനായിരിക്കാതെ കിടന്നു പിടയുന്നുണ്ടെങ്കിലും താൻ തുച്ഛനായ ഒരു വൈശ്യപുത്രനായി പോയി. തന്മൂലം പിതൃതുല്യനായ ആ മഹാത്മാവിനോട് തന്നെയാണ് ദുര്യോധനൻ അധികാരം കൈവന്ന ഉടനെ ആ അപമാനത്തിനു വേണ്ടി ദ്രൗപദിയെ വിളിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചത്. അമ്പോ, അധികാരഗർവിൻ്റെ ധാർഷ്ട്യത്തെ ഉദാഹരിക്കുന്നതിനായി ഇതിനപ്പുറം മറ്റൊന്ന് ഭാവന ചെയ്യുവാൻ കഴിയുമോ? മറുവശത്ത് അയാൾക്കധീനരായ ധൃതരാഷ്ട്രാദികൾ പോലും കേവലമായ അയാളെ അനുകൂലിക്കുന്നില്ല. ധൃതരാഷ്ട്രർക്ക് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം തികച്ചുമുണ്ട്. ചിലപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കളയുന്നുമുണ്ട്. കർണന് വീരധർമ്മം അനുസരിച്ച് വേണം ശത്രുസംഹാരം ചെയ്യുവാനെന്നുണ്ട്. ശകുനിയും ദുര്യോധനന്റെ അസൂയയെ ന്യായമായി ചികിത്സിക്കാൻ നോക്കായികയില്ല. എന്നാൽ അപ്പോഴെല്ലാം ദുര്യോധനൻ അവരോട് തട്ടിക്കേറിയോ താൻ ആത്മഹത്യ ചെയ്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയെങ്കിലും താൻ പിടിച്ചെടുത്ത് തന്നെ കാര്യം വരുത്തുന്നു. ഈ അധികാരേച്ഛയുടെ ദുർഭരമായ കനപ്പാടു കാണിപ്പാനത്രേ ദുര്യോധനനെ ഒരേ ഗർഭപിണ്ഡത്തിൽ നിന്ന് പിരിഞ്ഞവരും വെവ്വേറെ വ്യക്തിത്വമില്ലാത്തവരുമായ 100 എണ്ണത്തിൻ്റെ തലവനാക്കി വെച്ചത്. എന്നു മാത്രമല്ല, ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ ഓരോ വ്യക്തിയിലുമുണ്ട് എന്ന ആർഷോപജ്ഞാനമനുസരിച്ച് ഇപ്പറഞ്ഞ കൗരവപക്ഷമാകെ ഒരു കക്ഷിയിലുള്ള പലതരം വ്യക്തികൾക്കെന്ന പോലെ ഒരേ വ്യക്തിയിലുള്ള പലതരം ചിന്താഗതികൾക്കും പ്രതിനിധി ഭവിക്കുന്നു. മനുഷ്യനിലുള്ള ഭാവഭേദങ്ങളെ കേവലീകരിച്ച് കാണിക്കുന്ന കാവ്യരീതി അതാണല്ലോ.
അപ്പോൾ അറിവും വിവേകവും ധർമ്മബോധവുമെല്ലാം തികഞ്ഞിരുന്നിട്ടും തൻ്റെ അധികാരജ്ഞ പറഞ്ഞ വഴിക്ക് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് കൗരവപക്ഷം എന്ന് വരുത്തുന്നു. ഇതുപോലെ പാണ്ഡവപക്ഷവും മറ്റൊരു തരം വ്യക്തിത്വത്തെയാണ് കുറിക്കുന്നതെന്ന് വഴിയെ വിവരിക്കാം. ഒരച്ഛൻ്റെ പേരിൽ 2 സ്ത്രീകളിൽ പലരാലും ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത പാണ്ഡവരുടെ അസാധാരണ ചരിത്രം അങ്ങനെയൊരു സങ്കല്പത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഓർക്കുക. ഈ അധികാരേച്ഛ കഥകൾ പണ്ടത്തെ രാജാധിപത്യ കാലത്തെ കഥകളാണ്. പ്രജാധിപത്യത്തിൻ്റെതായ ഇന്നത്തെ കാലത്തിലേക്കൊന്നുമില്ല എന്നാരും കരുതി പോകേണ്ട. രാജവംശങ്ങളിൽ 2-4 ദിവസം മുമ്പ് ജനിച്ചതിനെ പിടിച്ചുള്ളതാണ് ഈ വടംവലിയെങ്കിൽ അതാത് നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് പെട്ടിയിൽ വീണ 2-4 അധിക വോട്ടുകളെ പിടിച്ചുള്ളതാണ് ഇന്നത്തെ വടംവലികൾ എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അതത്ര നിസ്സാരമായ വ്യത്യാസമല്ലെന്നിരിക്കലും ഏതിനു വേണ്ടി ഈ അധികാരം നിലകൊള്ളണമോ ആ ജനക്ഷേമത്തിന് ഈ ചൂതുകളിയിൽ പ്രഥമ പരിഗണന ലഭിക്കുന്നില്ല തീർച്ച. ഇന്ന് അതിനെപ്പറ്റി ധാരാളം പറഞ്ഞു കേൾക്കാമെന്നത് വാസ്തവം തന്നെ. അത് മിക്കവാറും വോട്ടുപെട്ടിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. അധികാരേച്ഛയുടെ ഇത്തരം ദുഷ്കർമ്മങ്ങൾക്കാകെ ഒരു സാധൂകരണമുണ്ട്. ആൻവീക്ഷിക്കി ത്രയീ വാർത്താ ദണ്ഡനിധി എന്ന് പുകൾ കൊണ്ട ആര്യജനങ്ങളുടെ വിദ്യാചതുഷ്ടയത്തിലെ ദണ്ഡനീതി ശത്രുവിൻ്റെ നേരെ ഇതൊക്കെ പ്രയോഗിച്ചു കൊള്ളുവാൻ വിധിച്ചു വച്ചിരിക്കുന്നു. ക്ഷത്രിയധർമ്മമായ ദണ്ഡനീതി പാഠത്തെയാണ് കാളിദാസൻ ശാകുന്തളത്തിൽ പരാതിസന്ധാന മേദീയതേയൈർ വിദ്യേതി എന്ന് പരാമർശിച്ചിട്ടുള്ളത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരും അത്തരം ചില പരാതി സന്ധാന വിദ്യകൾ പയറ്റിയിട്ടാണല്ലോ ശത്രു സംഹാരം നിറവേറ്റിയത്. അതിനവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നത് ഭഗവാൻ വാസുദേവൻ ഒടുക്കം എന്ത് സാധൂകരിച്ചിട്ടുണ്ട്. ഏതായാലും പാണ്ഡവരോടെടുത്ത ഈ ദണ്ഡനീതി പ്രയോഗത്തെ, ക്ഷത്രധർമ്മത്തെ അങ്ങു നീക്കിവെച്ചാൽ പിന്നെ ദുര്യോധനനിൽ ആര്യജനങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന നന്മകൾക്കൊന്നൊരു കുറവും കാണാനില്ല. ചിലത് തുലവും മികച്ചു നിൽക്കുന്നുമുണ്ട്. ഒരു രാജാവെന്ന നിലയിൽ താൻ 10-15 കൊല്ലത്തോളം കൗരവരാജ്യം വാണതിൽ വല്ലപ്പോഴും പ്രജകൾക്ക് വല്ല പീഡയും ചെയ്തതായി അറിയില്ല. ആ രാജ്യത്തു നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായതായി അറിയില്ല. വല്ലതിനും നികുതി കൂട്ടിയതായി പോലും അറിയില്ല. എന്നാൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലത്തിനു ശേഷം വാനപ്രസ്ഥത്തിന് പുറപ്പെട്ട ധൃതരാഷ്ട്രരോട് കുരജാങ്കല പ്രജകൾ പറഞ്ഞ ഈ വാക്ക് ദുര്യോധന ഭരണത്തിനുള്ള ഒരു കീർത്തിമുദ്ര എത്രേ. തഥാ ദുര്യോധനേനാഭിരാജ്ഞാ സുപരിപാലിത ന സ്വൽപമപി പുത്രസ്തേ വ്യളീകം കൃതവാൻ നൃപ പിതരീവ സുവിശ്വസ്തസ്തനമിന്നഭി നരാധിപേ വയമാസ്മാ യഥാ സമൃഗഭവതോ വിദിതം തഥാ. പിന്നെ ഭീഷ്മാദികളായ ഗുരുജനങ്ങളോടും മാതാപിതാക്കളോടും അയാൾക്ക് വേണ്ടുവോളം ഭക്ത്യാദരങ്ങൾ ഉണ്ടായിരുന്നു. പാണ്ഡവരോട് സന്ധിയാവുക എന്ന ഒരൊറ്റ വിഷയത്തിലൊഴികെ അയാൾ അവരുടെ ഇഷ്ടമെല്ലാം അനുസരിക്കുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിലാകട്ടെ തൻ്റെ ഉറ്റ കൂട്ടുകാരനായ അമ്മാമൻ്റെ വാക്കുപോലും അയാൾ എടുത്തിട്ടില്ലെന്ന് നാം ഇവിടെ കണ്ടു. ഇനി ഘോഷയാത്രാഘട്ടത്തിലും കാണാം. എല്ലാറ്റിനും മേലെ ദുര്യോധനനിലുള്ള മാതൃഭക്തിയുടെ ഒരു ശ്രേഷ്ഠ ചിത്രം മഹാഭാരതത്തിൽ അവ്യക്തമധുരമായി എഴുതി വച്ചിട്ടുണ്ട്. യുദ്ധാനന്തരം പുത്രദുഃഖാർത്തയായ ഗാന്ധാരിയെ ശാന്തചിത്തയാക്കുവാൻ വേണ്ടി വ്യാസഭഗവാൻ വന്നു പറഞ്ഞ വാക്കുകളിലാണത്. ഉക്താസൃഷ്ടദശാഹാനി പുത്രേണ ജയമിച്ഛത ശിവമാശംസ മേ മാധ യുധ്യമാനായ ശത്രുഭി സാ തഥാ യാച്യമാനാ ത്വം കാലേ കാലേ ജയൈഷിണ ഉക്തവത്യസി ഗാന്ധാരി യദോ ധർമ്മസ്തദോ ജയ. യുദ്ധം നടന്ന് 18 ദിവസവും ദുര്യോധനൻ പടക്കളത്തിലേക്ക് പുറപ്പെടും മുമ്പേ ഗാന്ധാരിയുടെ അടുക്കൽ ചെന്ന് അമ്മേ എനിക്ക് മംഗളം ആശംസിക്കൂ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ധർമ്മജ്ഞനായ ആ സാധ്വിയാകട്ടെ ആ 18 ദിവസവും ധർമ്മമുള്ളിടത്തെ ജയമുള്ളൂ എന്നു മാത്രം പറയുകയല്ലാതെ
മകന് ജയം ആശംസിക്കുകയുണ്ടായില്ല എന്നാണ് മേൽപ്പറഞ്ഞതിൻ്റെ അർത്ഥം. ഗാന്ധാരിയുടെ മഹാത്മതയെ വെളിപ്പെടുത്തുന്നൊരു കഥയാണിത്. ഒട്ടും കുറയാതെ അത് ദുര്യോധനൻ്റെ മഹാശയത്വത്തെയും വെളിപ്പെടുത്തുന്നു. താൻ ഇത്ര വലിയൊരു യുദ്ധത്തിൽ പെട്ടിരുന്നിട്ടും അമ്മ തനിക്ക് ജയം ആശംസിക്കുന്നില്ലെന്ന് ഓരോരിക്കലും പറഞ്ഞിട്ട് കൂടി അയാൾ ഒരു ദിവസമെങ്കിലും ആ അമ്മയുടെ അടുക്കൽ വിനയാനുഷ്ഠാനം വേണ്ടെന്ന് വിചാരിച്ചില്ലല്ലോ. ഒരു സുഹൃത്തെന്ന നിലയിൽ ദുര്യോധനനേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ ഭാരതത്തിലുണ്ടെങ്കിൽ അത് അയാളുടെ സുഹൃത്തായ കർണൻ മാത്രമാണ്. അങ്ങേയറ്റം ശത്രുപക്ഷപാതിയാണെന്ന് കരുതപ്പെട്ട ഭഗവാൻ വാസുദേവനോട് പോലും ദുര്യോധനന് യഥാർഹമായ ബഹുമാനമുണ്ടായിരുന്നു. യഥാവസരം അയാൾ അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഥകളിയെയും അനുകരണ സംക്ഷേപാദി രൂപത്തിലുള്ള മറ്റു ഭാരതകൃതികളെയും വിശ്വസിക്കരുത്. അവ കാണിക്കുന്നതും പറയുന്നതുമൊക്കെ മഹാഭാരതത്തിലുള്ളതല്ല. ഭഗവാൻ ദുരിതിന് ചെല്ലുന്നു എന്നു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതികേമമായ സൽക്കാരവും സമ്മാനങ്ങളും നൽകുവാൻ ധൃതരാഷ്ട്രർ വിചാരിച്ചു. അതുകൊണ്ട് ഭഗവാനെ വശപ്പെടുത്താമെന്നായിരുന്നു ആ അന്ധവൃദ്ധൻ്റെ ആശ. അതുകേട്ട് ദുര്യോധനൻ പറഞ്ഞു, കേശവൻ അതൊക്കെ അർഹിക്കായകയില്ല. പക്ഷെ ദേശവും കാലവും പറ്റിയില്ല. അദ്ദേഹം വിചാരിച്ചേക്കും നമ്മൾ പേടിച്ചിട്ടാണ് അദ്ദേഹത്തെ പൂജിക്കുന്നതെന്ന്. ഇവിടെ ദുര്യോധനൻ ഭഗവാന്റെ അർഹതയെ എങ്ങനെ വാഴ്ത്തുന്നു. സ ഹി പൂജ്യതമോ ദേവ കൃഷ്ണ കമലലോചന ത്രയാണാമപി ലോകാനാം വിദിതം മമ സർവദ. എന്നിട്ടെന്തേ 3 ലോകത്തിനും പൂജ്യതമനായ ആ ദേവന്റെ വാക്കുപോലും ദുര്യോധനൻ അനുസരിക്കാത്തതെന്ന് ചോദിക്കുന്നവോ? കൊള്ളാം. അദ്ദേഹം പടക്കളത്തിൽ മരിക്കാൻ കിടക്കുമ്പോൾ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുക. മാന്യമാനഃ പ്രഭാവം ച കൃഷ്ണസ്യാമിതേത തേജസഃ തേദന ച്യാവിദച്ഛാഹം ക്ഷത്രധർമാൽ സ്വനുഷ്ഠിതാൽ. ഇതെല്ലാം ഇരുന്നാലും ഉത്കൃഷ്ടമായ സഹോദര സ്നേഹത്തിൻ്റെ വിഷയത്തിൽ അയാൾ ഇത്ര കശ്മലനും മൂഷികനുമായില്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാലോചിച്ചാൽ മതി. സഹോദരൻ എന്ന പദത്തിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ ദുര്യോധനൻ്റെ പിന്നാലെ 99 പേരില്ലേ? അവരിലാരോടെങ്കിലും തൻ്റെ പ്രവൃത്തികളെ എതിർത്തുകൊണ്ടിരുന്ന വികർണനോട് പോലും അയാൾ വല്ല അത്യാചാരവും ചെയ്തതായി കേട്ടിട്ടുണ്ടോ? എന്നല്ല, അവർ 99 പേരും യുദ്ധത്തിൽ ദുര്യോധനു വേണ്ടി പ്രാണത്യാഗം ചെയ്തു എന്നതിൽ നിന്ന് അവർ തമ്മിലുള്ള സൗഭ്രാതത്തിൻ്റെ പിരിമുറുക്കം മനസ്സിലാക്കിക്കൂടെ? പാണ്ഡവരാകട്ടെ ദുര്യോധനന് അത്രയ്ക്കടുത്ത സഹോദരന്മാരല്ല. ഒരേ മേൽപ്പുരയ്ക്ക് കീഴിൽ ജനിച്ചൊപ്പം വളർന്നവരല്ല. അങ്ങനെയിരിക്കുമ്പോൾ അങ്ങ് കയറി വന്നവരാണ്. കയറി വന്നതോ സഹോദരന്മാരെന്നതിലധികം ദുര്യോധനന് കിട്ടാനിടയുള്ള ഐശ്വര്യത്തിൻ്റെ അപഹർത്താക്കളെന്ന നിലയിലും. ഈ സ്ഥിതിക്ക് അയാൾ അവരെ ശത്രുക്കളെന്ന ഭാവത്തിലാണ് വീക്ഷിച്ചു തുടങ്ങിയതെന്നതിൽ മനുഷ്യാസാധാരണമല്ലാത്ത യാതൊന്നുമില്ല. ശത്രുവെന്നു വന്നാലോ അവനെ എന്തു ചെയ്തു നശിപ്പിക്കുക എന്നത് പരാതി സന്ധാനപ്രദമായ ദണ്ഡനീതിയുടെ കാതലാണ് താനും. അതയാൾ അതിൻ്റെ അങ്ങേയറ്റത്തോളവും പക്ഷേ കുറച്ചപ്പുറവും നടത്തിയിട്ടുണ്ട്. അതിന് വല്ലവരെയും കുറ്റപ്പെടുത്താമെങ്കിൽ അത് അയാളെയല്ല, അയാളെയും മറ്റെല്ലാ രാജാക്കന്മാരെയും ഈ വകയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും പ്രമാണീകരിക്കുകയും ചെയ്തു പോന്ന നമ്മുടെ ദണ്ഡനീതി വിദ്യയാണ്. അതെ, ലോകത്തിൽ സുയോധനൻ ദുര്യോധനൻ എന്നു 2 പേരില്ല. യുദ്ധത്തിന് നല്ല യുദ്ധം എന്നൊരു വിഭാഗമില്ല, അഥവാ ധർമ്മയുദ്ധം എന്നൊരു വിഭാഗമില്ല എന്നർത്ഥം.